പ്രിയപ്പെട്ടവരെ, ചൂട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹ്യൂമിഡിറ്റി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടുകാല രോഗങ്ങൾ നമുക്കും പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ചെങ്കണ്ണ് ബാധിക്കുക, ചിക്കൻ ബോക്സ് ബാധിക്കുക, ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും, മരണങ്ങൾ പോലും സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരം ചൂടുകാലത്തെ രോഗങ്ങളെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഇസ്ലാം എന്താണ് ഇതിൻ്റെ കാഴ്ചപ്പാട് പറയുന്നത്? എന്താണ് ശരീരത്തിന് കൂടുതൽ ചൂട് കൂടാനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? നിർബന്ധമായും ചൂടുകാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഒരു 7 ഫുഡുണ്ട്, 7 ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. അത് ഏതൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഹിഫ്സിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്നു, ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഖൈറായ മഴ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ദുആയിൽ സൂചിപ്പിച്ച പോലെ മഴയിലേക്ക് അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ചൂടിങ്ങനെ കൂടിയിട്ട്, പ്രത്യേകിച്ച് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമിഡിറ്റി കൂടുന്ന ഒരു സന്ദർഭമാണ്. അന്തരീക്ഷം നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നൊരു സന്ദർഭം. അത് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഈ ചൂടുകാല രോഗങ്ങൾ വ്യാപിക്കുന്ന, അല്ലെങ്കിൽ അതിന് അടിമപ്പെടുന്നൊരവസ്ഥയുണ്ട്. രോഗങ്ങൾ, ചൂടുകാല രോഗങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്കൊന്ന് റാഹത്ത് കിട്ടാൻ, സലാമത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖൈറായ നിഅമത്തിൻ്റെ ഒരു സഹായം, ഒരു റാഹത്തായ മഴ നമ്മൾ തേടുകയാണ്. അള്ളാഹു അത് നമ്മുടെ ഓരോ നാടുകളിലും എവിടെയെല്ലാം വെള്ളത്തിൻ്റെ, ജലക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ ചൂട് കൂടിയതിൻ്റെ, ഹീറ്റ് കൂടിയതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അള്ളാഹു ഖൈറായ മഴ കൊണ്ട് തണുപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത്? ചൂടിങ്ങനെ ഉഷ്മാവ് വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? അത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസൊക്കെ ഉദ്ധരിച്ച് കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതാണ്. അതിലേക്ക് പോകുന്നില്ല. ചൂടിൻ്റെ സാഹചര്യം കൂടി വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒടുക്കത്തെ പണ്ടാരടങ്ങുന്ന ചൂടെന്ന് പറയുകയാണോ വേണ്ടത്? അതെയോ നമ്മളിവിടെ ദുആ ചെയ്യാണോ വേണ്ടത്? പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ചൂടിനെയോ ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചിങ്ങിനെയോ നമ്മൾ ഒരു നിലക്കും ആക്ഷേപിക്കാൻ പാടില്ല. ഫഇന്നമാ അനദ്ദഹർ. ആരാ സംവിധാനിക്കുന്നത്? ചൂട് സംവിധാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. എല്ലാ അന്തരീക്ഷത്തിൻ്റെ ചേഞ്ചസും അള്ളാഹു വരുത്താണ്. അതുകൊണ്ട് ആക്ഷേപം വേണ്ട. പിന്നെയോ സലാമത്തിനുള്ള ദുആകളാകാം. ചൂട് കൂടുമ്പോൾ നരകത്തിൽ നിന്ന് എന്നെ കാത്തോളനെ അല്ലാ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് തന്നെ മതി എന്നൊക്കെ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ ചൂടുകാല സീസണിൽ സർവ്വസാധാരണമായി വരുന്ന രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങളിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ഈ ശരീരം നന്നായിട്ട് വിയർക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ വിയർപ്പെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വിസർജ്യ വസ്തുവാണ്. ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ടത് പുറത്തേക്ക് കളയാണ്. അങ്ങനെ കൂടുതൽ വിയർപ്പാകുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ ഈ വിയർപ്പിൻ്റെ അടയാളങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്നൊക്കെ ഈ ചൂട് കുരുവൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെയൊക്കെ, കുട്ടികളുടെയൊക്കെ പുറത്തൊക്കെ നോക്കിയാൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണാം. മുതിർന്നവരിലും കാണുന്നുണ്ട് ചൂട് കുരു, വിയർപ്പിൻ്റെ കുരുവൊക്കെ വന്നിട്ട് ശരീരത്തിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ചിക്കൻ ബോക്സ് പിടിക്കുന്ന ഒരു സാഹചര്യം. അതേപോലെ ചെങ്കണ്ണ് ബാധിക്കുന്ന കണ്ണിനൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അതേപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ കേസും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഈ പൊടി, നന്നായിട്ട് ചൂട്, മഴയുടെ പൊടി, ഒന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷമല്ലല്ലോ, ചൂടങ്ങോട്ട് കൂടിയിട്ട് നന്നായിട്ട് പൊടിയുടെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നിന്നും അലർജി ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അലർജി രോഗങ്ങൾ സംബന്ധമായ, പിന്നെ ഈ ത്വക്ക് രോഗ സംബന്ധമായ പല പ്രശ്നങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവർ, ഇത്തരം രോഗങ്ങളെ, ചൂടുകാല രോഗങ്ങളെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? അതിന് ഹ്രസ്വമായ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഈ മെസ്സേജ് നിർബന്ധമായിട്ട് നമ്മുടെ കാതിലൂടെ കൽബിൽ കയറണം. കാരണം ആരോഗ്യം നിസ്സാരമല്ല, അത് എല്ലാവിധ സമ്പത്തിനേക്കാളും വലുതാണ് എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏത് മുഅ്മിനിനോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം? നെറ്റിയുടെ ഇങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഫുൾ കവർ ചെയ്തിരിക്കുന്ന നിസ്കാര ടൈമുള്ളവരോടാണ് എന്നാണോ പറഞ്ഞത്? അല്ല, ആരോഗ്യമുള്ള മുഅ്മിനിനോടാണ്, ആക്റ്റീവാകുന്ന മുഅ്മിനിനോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടം.
എന്ന് പറഞ്ഞാൽ അള്ളാഹു പരീക്ഷണമായിട്ട് മുമ്പിൻ്റെ രോഗം കൊടുക്കില്ല എന്നല്ല. ഇത് നമ്മൾ തന്നെ, ഇപ്പോൾ ഈ ചൂട് ക്ലൈമറ്റ് വരുമ്പോൾ നമ്മൾ തന്നെ രോഗിയാകാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ചില ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മളെ രോഗിയാക്കാണ് ചൂട് കാലത്ത്. നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൊണ്ട് നടന്നിരുന്ന ഒരു ചര്യയുണ്ട്. ചൂടുകാലത്ത്, തണുപ്പ് കാലത്ത്, അതിൻ്റെ ഓരോ സീസണിലും ആരോഗ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ അസ്സിഹത്തു ഖൈറും മിനൽ ഗിന, ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമാണ്. ശ്രദ്ധിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ചൂടുകാലത്ത് നമ്മളും നമ്മുടെ കുടുംബമൊക്കെ നിത്യരോഗിയാകുന്ന, ആകെ ക്ഷീണിച്ച് തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. ഡീഹൈഡ്രേഷൻ വരുന്നൊരു സന്ദർഭമാണ്. അതിൻ്റെ വിഷമത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്ന് പറയുന്ന അതിൻ്റെ പ്രശ്നം രൂക്ഷമായാൽ മരണം വരെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. പഠനങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഡീഹൈഡ്രേഷൻ പിടിവിട്ടാൽ പിന്നെ മരണത്തിലേക്ക് പോകും. ജലാംശം ശരീരത്തിൽ നിന്ന് വറ്റിപ്പോകുന്ന അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി 24 മണിക്കൂറും അലാറം വച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ കിഡ്നി സംബന്ധമായ രോഗിയാകുന്ന അവസ്ഥയും, അങ്ങനെ രോഗികളാകുന്ന അവസ്ഥ വേറെയും പേടിച്ചിട്ടേ. ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ, നിർജ്ജലീകരണം വരാതിരിക്കാൻ കുടിയാണ്, അതും പറ്റില്ല. ഇഫ്റാത്തും തഫ്രീത്തും ഇസ്ലാമിൽ പറ്റില്ല, മുസ്ലിമിന് പറ്റില്ല. ഓവറാക്കുക, തീരെ ഇല്ലാതെയാക്കുക, അത് പറ്റില്ല. ഖൈറുൽ ഉമൂരി ഔസത്തുഹ, ഒരു മധ്യ നിലപാട്, ഒരു മീഡിയം, അതാണ് മുസ്ലിം. അങ്ങനെ ആകണം. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ചൂട് സീസണിൽ ചൂടുകാലത്തെ രോഗങ്ങളൊക്കെ പറഞ്ഞു പിടിക്കുന്ന ഈ ഒരു സീസണിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്താ മാർഗം? അതിന് നിർബന്ധമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം അതായത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒന്നാമത്തെ മര്യാദ എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം വളരെ ക്രമീകരിക്കണം. അത് ഇസ്ലാം ചൂടിൻ്റെ സമയത്തും തണുപ്പിൻ്റെ സമയത്തും നോമ്പ് കാലത്തും നോമ്പില്ലാത്തപ്പോഴും എന്നും ഭക്ഷണം കൃത്യമായി ക്രമീകരിക്കണം. വലാ തുസ്രിഫൂ, വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും അളവ് വിട്ടിട്ട് 1 ഇഞ്ച് പോലും മുകളിൽ കയറാൻ പാടില്ല. അളവ് വിട്ടെന്ന് പറഞ്ഞാൽ വയറിങ്ങനെ ഫുള്ളായിട്ട് കുറച്ചുകൂടെ കഴിക്കാൻ പാടില്ല എന്നല്ല. വയറിൻ്റെ 1/3 ലാസ്റ്റ് അതിൻ്റെ എൻഡ്. വയറിനെ 3 ഭാഗിച്ചാൽ അതിൽ 1/1 ഭാഗമാണ് അതിൻ്റെ മാക്സിമം. തുടക്കമല്ല, 1/1 മാക്സിമം. അവിടെ നിന്ന് ഒരല്പം കയറിയാൽ തന്നെ ഇസ്രാഫാണ്. ഭക്ഷണത്തിൻ്റെ ക്രമം വിട്ടുപോയി. അതുണ്ടാകാൻ പാടില്ലെന്ന് കറതീർത്ത് ഖുർആൻ പറഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ ഖുർആനിൽ. അതൊക്കെ വിശ്വാസികൾ ബോധപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു ഭക്ഷണത്തിൻ്റെ അളവ്. ഒരു പരിധിവരെ നമ്മുടെ ഹ്യൂമിഡിറ്റി, ഈ ഒരു ചൂട് സീസണിൽ കൂടുതൽ ചൂടിനെ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്ന, അല്ലെങ്കിൽ ശരീരം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ചൂട്, പുറമേ നിന്നുള്ള അന്തരീക്ഷത്തിൻ്റെ ചൂട്, ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര പ്രയാസത്തിലേക്ക് വരും. അപ്പോൾ ശരീരം, പ്രിയപ്പെട്ടവരെ, ഒരു പരിധി വിട്ട് ചൂടിലേക്ക് പോകാത്ത തരത്തിൽ, ശരീരത്തിൽ നിന്ന് ഉഷ്മാവ് പുറത്തേക്ക് കൂടുതൽ തള്ളിച്ച് വരാത്ത തരത്തിൽ നമുക്ക് എങ്ങനെ അതിനെ നിലനിർത്താൻ പറ്റും? ഒരു സന്തുലിതമായ അവസ്ഥയിൽ ഭക്ഷണം നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ, ഇപ്പോൾ ആലോചിച്ച് നോക്കി, റമളാനിൽ നല്ല ചൂടുണ്ടായിരുന്നു. അത് അനുഭവപ്പെട്ടത് റമളാനിൻ്റെ രാത്രിയാണ്. എന്തുകൊണ്ടാണ് പകലിൽ റമളാനിൻ്റെ ചൂട്? നമ്മൾ സാധാരണ പറയും, പടച്ചോനെ ഈ ചൂടത്തൊക്കെയാണ് റമളാൻ നോമ്പ് വരുന്നതെങ്കിൽ നമ്മൾ പറയും അത്യാവശ്യം ചൂടും വേനൽക്കാലവുമാണ് റമളാൻ. ഈ കഴിഞ്ഞ നോമ്പുകൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ചൂടുണ്ടായിരുന്നു. പക്ഷെ പകൽ സമയങ്ങളിൽ നമ്മിൽ ഭൂരിഭാഗം ആളുകളും അത്ര വലിയ ചൂടറിഞ്ഞില്ല. എന്തുകൊണ്ട്? ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലുന്നില്ല, എംപ്റ്റി സ്റ്റൊമക്കാണ്, കാലി വയറാണ്. അപ്പോൾ കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ, കൂടുതൽ ഊർജ്ജം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഊർജ്ജം കൂടുമ്പോൾ ശരീരം ചൂടാവും, ഹീറ്റാവും. അത് റമളാനിൽ പകലുണ്ടായില്ല. പക്ഷെ റമളാനിൽ രാത്രി നല്ല ഫുഡൊക്കെ അടിച്ചുകൊണ്ട് തറാവീഹിന് AC ഓഫായി പോയതിൻ്റെ പേരിൽ എത്ര പള്ളിയിലാണ് ചീത്തയും വഴക്കുണ്ടായത്? എന്താ കാരണം? പകൽ ആ കുഴപ്പമുണ്ടായില്ല, രാത്രി പ്രശ്നമായി. ഭക്ഷണം അങ്ങോട്ട് ചെന്നപ്പോൾ പ്രശ്നമായി. ഇന്ന് കരുതി കഴിക്കണ്ടെന്നല്ല, അളവ് വളരെ നിയന്ത്രിക്കണം. അത് എപ്പോഴും നിയന്ത്രിക്കണം, ഇപ്പോൾ പ്രത്യേകിച്ച് നിയന്ത്രിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയം വളരെ മസ്റ്റാണ്. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയാണ്, ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട മര്യാദ നമ്മുടെ ഹോം മെയ്ഡ് ഫുഡുകൾ മാത്രമാക്കണം. എന്ത് വില കൊടുത്തും പുറത്തുനിന്നുള്ള ആഹാരം നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യണം. ഹോം മെയ്ഡ് ഫുഡ്, സ്വന്തം വീട്ടിലുണ്ടാക്കാമെന്ന് കരുതി എല്ലാ കെമിക്കലും കൂടെ മാറിയിട്ടിട്ട് ഒന്ന് പസാദാക്കരുത്.
നല്ല നാച്ചുറൽ പ്യൂർ ഫുഡ് നമ്മൾ കഴിച്ചു നോക്കി, അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ നിഅമത്തല്ലേ, അതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ കുഴപ്പമുണ്ടാക്കാതെ, അത് തന്നെ വലിയ ഖൈറാണ്. തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചൂടുകാലത്തെ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അത് വലിയൊരു ഗുണമാണ്. അപ്പോൾ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാകുന്ന വലിയ ഗൗരവമുള്ള രോഗങ്ങൾ ഉണ്ടാകില്ല. അതേപോലെ തന്നെയാണ് ശരീരത്തിന് ചൂടുകുരു ഉണ്ടാവുക. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബോക്സിൻ്റെയും ചെങ്കണ്ണിൻ്റെയും മഞ്ഞപ്പിത്തത്തിൻ്റെയൊക്കെ പ്രയാസങ്ങൾ, അതേപോലെ തന്നെ ഈ അലർജി ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതൊന്നും ഉണ്ടാകാതിരിക്കും. അതേപോലെ തന്നെയാണ് മൂന്നാമത്തത്, നമ്മുടെ ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുക, കിഡ്നി സ്റ്റോൺ ഉണ്ടാകുക, മൂത്രത്തിൽ കല്ലുണ്ടാകുക. സഹോദരിമാരെ സംബന്ധിച്ച് ഒരുപാട് പേര് ഈ ഒരു സാഹചര്യത്തിൽ അത്തരം പ്രയാസങ്ങളിലേക്ക് പോകും. ആ പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ ആവശ്യത്തിന്, ഞാൻ അപ്പോഴും പറയുന്നില്ല ആവശ്യത്തിലേറാൻ പാടില്ല, അലാറം വിളിച്ച് കുടിക്കേണ്ടതല്ല വെള്ളം, ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. കാരണം നമ്മളറിയാതെ ശരീരത്തിന് ജലാംശം ഒരുപാട് പോകുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ദാഹം അങ്ങോട്ട് വരട്ടെ എന്ന് കരുതി നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. എന്നാലോ ദാഹം തീർന്നതിന് ശേഷം ചുമ്മാ കുടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെയുമല്ല, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. ഒരാളധികം ചൂടില്ലാത്ത എ സിയിലേക്ക് പോകുന്ന ഒരു ജോലിയാണുള്ളത്. അതായത് ശരീരം വിയർക്കുന്ന അവസ്ഥ കൂടുതലില്ല. എന്നാൽ സാധാരണ വെയിലത്ത് പണിയെടുക്കുന്ന പോലെ കൂടുതൽ വിയർക്കുന്ന ആളുകളെ പോലെ അതേ അളവിൽ ഇത്ര വയസ്സുള്ള ആൾ, ഇത്ര കിലോ ഉള്ള ആൾ ഇത്ര വെള്ളം കുടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അലാറം വെച്ച് കുടിച്ചാൽ അതും വലിയ രോഗം ഉണ്ടാവും. ഹൃദയം പോലും മരിച്ചു പോകുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അളവ് കൂടാൻ പാടില്ല, പക്ഷെ അളവ് കൃത്യമാകുകയും വേണം. അപ്പോൾ ജലാംശം നിലനിൽക്കുന്ന നല്ല ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കഴിക്കണം. ഈ ചൂട് സീസണിൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കൊടുക്കാൻ പറ്റുന്ന ഫുഡുകൾ, ഫ്രൂട്ട്സുകൾ ഏറ്റവും കൂടുതൽ പരിഗണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെയാണ് മറ്റൊന്ന്, നേരിട്ട് വെയിലേൽക്കുന്ന അവസ്ഥ 11 to 3 ഈ ഒരു സമയത്തിനിടയിൽ പകലിൽ നേരിട്ട് വെയിൽ ഏൽക്കുന്നതിനെ തൊട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. നിർബന്ധമായി ഇറങ്ങേണ്ട സാഹചര്യത്തിൽ നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ശരീരമൊക്കെ കവർ ചെയ്യുന്ന അവസ്ഥയിൽ, അങ്ങനെയാണ് ബൈക്ക് ഓടിക്കുന്നവരൊക്കെ നല്ല കയ്യുറയൊക്കെ ധരിച്ചിട്ട് മനോഹരമായിട്ട് അങ്ങനെ നേരിട്ട് വെയിലേൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ സമയം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. നിർബന്ധ സാഹചര്യം രക്ഷയില്ല, അല്ലാത്ത സാഹചര്യത്തിൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചൂടുകാലത്ത് മക്കൾക്ക് വരെ, സഹോദരിമാർ വരെ കോട്ടൺ വസ്ത്രങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. കോട്ടൺ ലിനൻ വസ്ത്രങ്ങൾ ഏറ്റവും മനോഹരമാണ്. അത് ചൂടുകാലത്തും തണുപ്പ് കാലത്തൊക്കെ ഏറ്റവും നല്ലത് അതാണ്, കോട്ടൺ ലിനൻ വസ്ത്രങ്ങൾ. അത് ആരോഗ്യമുണ്ടാക്കുമെന്ന് ഇമാമുകൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കിതാബിൽ കാണാം. നല്ല കോട്ടൺ, കുറച്ച് ഭയങ്കര ടൈറ്റ് ഫിറ്റ് ഈ സമയത്ത് പറ്റൂല, അത് ഭയങ്കരമായ സ്കിൻ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും. കാരണം വിയർപ്പ് ഇങ്ങനെ തിങ്ങിയിട്ട്. അപ്പോൾ ഒരല്പം ലൂസുള്ള കോട്ടൺ ലിനൻ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്, ശ്രദ്ധിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ശക്തമായിട്ട് ചുമ, പനി, നീർക്കെട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം പുറത്തുനിന്ന് നമ്മൾ ചൂടത്തിന് കയറി വന്ന് വിയർത്ത് കുളിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്തിട്ട് ഐസ് വാട്ടർ കുടിക്കുന്ന അവസ്ഥ കുട്ടികൾക്ക് വരെയുണ്ട്. അത് വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോകും. പെട്ടെന്ന് നീർക്കെട്ട് ബാധിച്ചിട്ട്, കാരണം ശരീരത്തിൻ്റെ ശക്തമായ ചൂടിനെ നമ്മൾ കൃത്രിമമായി തണുപ്പിക്കുക. ഒരു നാച്ചുറൽ സാധാ പച്ചവെള്ളം നമ്മൾ കുടിച്ചു, ഒന്ന് വിയർപ്പൊന്നടങ്ങി, എന്നിട്ട് നോർമൽ ടെമ്പറേച്ചർ സാധാരണ ഒരു പച്ചവെള്ളം കുടിച്ചു, അത്ര പ്രശ്നമില്ല. പക്ഷേ ഭയങ്കര കൂളായിട്ടുള്ള വെള്ളം ശരിക്കാണ്ട് തണുക്കട്ടെ എന്ന് കരുതി കുടിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിലൂടെ പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ശരീരവും വസ്ത്രവും ചൂട് സീസണാണല്ലോ, കൂടുതൽ അഴുക്കാകാനും കൂടുതൽ വിയർപ്പാകാനും ഒക്കെ സാധ്യതയുണ്ട്. എപ്പോഴും കുളി ആവർത്തിക്കുക. നമ്മൾ ഒരു ദിവസത്തിൽ 2 നേരമെങ്കിലും നല്ല ഫ്രഷായിട്ട് കുളിച്ചാൽ ശരീരത്തിന് നല്ല തണുപ്പ് ഉന്മേഷം ഉണ്ടാവും. പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ, ശരീരം ഉളൂ ഇടയ്ക്കിടെ പതിവാക്കുന്നത് വളരെ നല്ലതാണ്. പാപങ്ങളൊക്കെ പൊറുക്കും, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു നൽകും, ഒരുപാട് പുണ്യം കിട്ടും. അതോടൊപ്പം ഈ ചൂടിൽ നിന്നൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ റാഹത്തായിട്ട് ഉളൂവിൻ്റെ സുന്നത്തുകളൊക്കെ എടുത്തിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഏതായിരുന്നാലും ഈ ചൂട് സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും ചൂട് സീസണിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു പോകാം, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അടിവരയായിട്ട് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് ശരീരത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഒരിക്കലും വളരെ നിയന്ത്രിക്കണം. അപ്പോൾ ചൂടിനൊരു പരിധിവരെ സമാധാനം ഉണ്ടാകും, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രയാസം ഉണ്ടാകില്ല. പിന്നെ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട, നിർബന്ധമായും മാറ്റേണ്ട ചില പ്രൊഡക്റ്റുകൾ, ചില ഫുഡുകളുണ്ട്. അതിൽ ഒന്നാമത്തത് പഞ്ചസാരയാണ്. അത് നിർബന്ധമായിട്ടും മാറ്റും. കാരണം കൂടുതൽ ഊർജം ശരീരത്തേക്ക് കൊടുക്കുന്ന സാധനമാണ്. കൂടുതൽ ഊർജം ശരീരത്തേക്ക് കൊടുത്താൽ, ക്രമാതീതമായ അളവ് ഊർജം ശരീരത്തിൽ കൂടുതൽ വന്നാൽ ശരീരം കൂടുതൽ ചൂടാവും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ കഫീൻ അടങ്ങിയിട്ടുള്ള ഈ കോള, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ചായ, കാപ്പി 1, 2 പ്രശ്നമല്ല. പക്ഷെ അത് സാധാരണ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളാണ്. അത് ഈ ചൂട് സീസണിലാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും.
ശരീരത്തിന് ഒരുപാട് ചൂടിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ ചൂട് സംബന്ധമായ രോഗത്തിലേക്കൊക്കെ പോകും. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഈ പിന്നെ കോളകളുടെയൊക്കെ അവസ്ഥ എന്താ? പഞ്ചസാരയും ഉണ്ട്, കഫീനും അടങ്ങുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഇരട്ടി പ്രശ്നങ്ങൾ ഒരുമിച്ചാണ് കയറുന്നത്. അത് തന്നെ നല്ല കൂളിംഗ് ആയിട്ടുള്ളതാണ് അകത്തേക്ക് വിടുന്നത്. ഭയങ്കര പ്രയാസമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു റാഹത്തും ഒരു തണുപ്പൊക്കെ തോന്നും. പക്ഷേ തൊട്ടടുത്ത് പിന്നീടുള്ള സമയങ്ങളിൽ പ്രയാസത്തിലേക്ക് പോകും. ഒരിക്കലും അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ പ്രിയപ്പെട്ടവരെ പോകാൻ പാടില്ല. ഇത്തരം കഫീൻ അടങ്ങിയ ആഹാരങ്ങൾ കൂടെ കൂടുതൽ മൂത്രം പോകും. അപ്പോൾ ഹൈഡ്രേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ജലാംശം പെട്ടെന്ന് കൂടുതൽ കുറഞ്ഞു പോകാനൊക്കെ ഇതൊരു കാരണമാകും. അതുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ആൽക്കഹോൾ. ഏതായിരുന്നാലും നമുക്ക് പറ്റില്ല. ലഹരി അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, അതേപോലെയുള്ള സംഗതികൾ പരിശുദ്ധ ദീൻ ഹറാമാണ്. മുസ്ലിമിന് തൊടാനോ ടേസ്റ്റ് നോക്കാനോ പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഏത് മതക്കാർ, ഇത് വേറെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട അവർ സാധാരണ കുറച്ച് കഴിക്കുന്നവരാണ്, നമ്മളെപ്പോലെ അല്ല എങ്കിൽ പോലും ഇത് ബ്രേക്ക് ചെയ്യൽ നിർബന്ധ. സാഹചര്യം അങ്ങനെയാണ് എന്നാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ശ്രദ്ധിച്ചു കൊടുക്കുക. നാലാമത്തത് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമാണ് ജ്യൂസുകൾ. ജ്യൂസ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. അതേ ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് ജ്യൂസ് കുടിക്കാനല്ലേ ആളുകളുടെ തിരക്ക്, അതല്ലേ വീട്ടിൽ കൂടുതലുണ്ടാക്കുന്നത്. നമ്മൾ ഫ്രൂട്ടായിട്ട് അതിൻ്റെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ, അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോകാത്ത രീതിയിൽ ചവച്ചരച്ച് നമ്മളുടെ വായു കൊണ്ട് പല്ല് പണിയെടുത്ത് ഉമനീര് പണിയെടുത്ത് അങ്ങനെയാക്കണം. അതാണ് ഏറ്റവും ഹെൽത്തി. ജ്യൂസ് കുടിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ അത് കുടിക്കുന്നവൻ പിന്നെ ജൂതനാണെന്നോ ശരിക്കാണെന്ന് നമ്മൾ പറയൂല. അങ്ങനെ പറയാൻ പാടില്ല. കുടിച്ചുന്നത് വിരോധമില്ല. പക്ഷേ ഫ്രൂട്ട് അതിൻ്റെ ഫ്രഷ്നെസ്സോടുകൂടെ തന്നെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാതെ ചവച്ചരച്ച് കഴിക്കുന്നതിൻ്റെ 4 അംശം പോലും ഗുണങ്ങൾ കിട്ടില്ല ജ്യൂസ് കഴിക്കുന്നതിലൂടെ. അപ്പോൾ പ്രത്യേകിച്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ വീണ്ടും ശരീരത്തിന് എന്തുണ്ടാകും? ഈ ഊർജത്തിൻ്റെ പേരിൽ കൂടുതൽ ചൂടിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് നിർബന്ധം, ഇപ്പോൾ ജ്യൂസ് ആക്കിയാൽ തന്നെ നിർബന്ധമായിട്ട് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഒഴിവാക്കി കളയണം. അപ്പോൾ പരമാവധി ഫ്രൂട്ടുകളായിട്ട് തന്നെ പരിഗണിച്ചു കൊടുക്കണം, ശ്രദ്ധിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഫുഡ് അത് വരാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുരുമുളക്, അതേപോലെ തന്നെ ഏലക്ക, അതേപോലെ കറുകപ്പട്ട, ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള വെള്ളങ്ങൾ, ഇതൊക്കെ കൂടുതൽ ആഹാരത്തിൽ ചേർക്കുന്നൊരവസ്ഥ, അതൊക്കെ ശരീരത്തിന് കൂടുതൽ പിന്നെ ചൂടിലേക്ക് പോകാനൊക്കെ ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. ആറാമത്തെ ഒരു കാര്യം, എണ്ണയുടെ കൂടുതൽ ഉപയോഗമാണ്. ഏറ്റവും നല്ലത് നല്ല വെളിച്ചെണ്ണയാണ് കേരളക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതും മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ സംസാരത്തിലേക്ക് പോകുന്നില്ല. അത് തന്നെയാണെങ്കിലും എണ്ണയുടെ കൂടുതൽ ഉപയോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കൂടുതൽ ഊർജം ക്രിയേറ്റ് ചെയ്യാനൊക്കെ കാരണമാകും. എണ്ണക്കടി തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യണം ഈ ഒരു സാഹചര്യത്തിൽ. ടേസ്റ്റിയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു സാഹചര്യം അങ്ങനെയാണ്. അതൊക്കെ പരമാവധി നമ്മൾ ബ്രേക്ക് ചെയ്യുക. ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മൈദ, അതേപോലെ തന്നെ മാംസാഹാരങ്ങൾ, ബീഫായിക്കോട്ടെ, മട്ടനായിക്കോട്ടെ, ചിക്കനായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റിയിലേക്ക് വരാൻ പാടില്ല. വളരെ കഴിക്കാൻ പാടില്ലെന്നല്ല, വളരെ അതിൻ്റെ അളവ് അത് കൃത്യമായിട്ട് സൂക്ഷിക്കണം. കാരണം ശരീരം കൂടുതൽ ഹീറ്റാകുന്ന ഫുഡിലേക്കാണ് അതൊക്കെ വരുന്നത്. ബേക്കറി ഐറ്റംസ് എല്ലാം മൈദകൾ ആഡ് ചെയ്തിട്ടുള്ള ഏത് ഫുഡും അങ്ങനെയാണ്. ഇപ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ചാൽ ശരീരത്തിന് കൂടുതൽ, നമുക്കറിയാം, നമുക്ക് കൂടുതൽ ദാഹം വരുന്ന വിഷയമുണ്ട്. ഇത് ദാഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഡീഹൈഡ്രേഷൻ വരുന്ന, ശരീരത്തിൽ ജലാംശങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഫുഡിങ് സിസ്റ്റം പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ പരമാവധി ജലാംശം നിലനിൽക്കുന്ന ഫ്രൂട്ട്സുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. ഫ്രൂട്ട്സുകൾ, ബേക്കറി ഐറ്റംസ് ഇനി ഞാൻ വാങ്ങൂല്ല, ഫ്രൂട്ട്സിലേക്ക് കിടക്കാണ് എന്ന് തീരുമാനിച്ചാൽ തന്നെ 95% രോഗവും തന്നെ മാഞ്ഞു നോക്കുള്ളൂ. നമ്മൾ മാച്ചു കളയണ്ട, അങ്ങോട്ട് മാഞ്ഞു പോകും. എന്നിട്ട് നല്ല വാട്ടർ മെലൻ, എത്ര റാഹത്താണ്, എത്ര സന്തോഷമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ത്വആമാണ്, ശറാബാണ്, സുഗന്ധമാണെന്ന് പറഞ്ഞില്ലേ? ഭക്ഷണമാണ്, വെള്ളമാണ്, സുഗന്ധവുമാണ് വാട്ടർ മെലൻ എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശരീരത്തിന് ഉന്മേഷമാണ്, അത് പൗരുഷത്തിൻ്റെ അടയാളമാണ്. പൗരുഷത്തിന് നല്ല ആൺകരുത്തുണ്ടാക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട്, പറഞ്ഞതാണ്. അപ്പോൾ ഏതായിരുന്നാലും അത്തരം ഫ്രൂട്ട്സുകൾ, അതേപോലെ തന്നെ കക്കരിക്ക, കുക്കുംബർ, അതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഫ്രൂട്ട്സുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. ശരീരത്തിന് ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിച്ചിരിക്കുക. ശരീരം കൂടുതൽ വിയർക്കുന്ന അധ്വാനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരക്കാർ അതിനെ കൂടുതൽ മൈൻഡ് ചെയ്യുക, കൂടുതൽ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ധരിക്കുന്ന വസ്ത്രം ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ചൂടുകാലത്തെ രോഗങ്ങളെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കതിനെ നേരിടാൻ പറ്റും,
അതിനെ നല്ല ജീവിത ചിട്ടയിലൂടെ, ഭക്ഷണത്തിൻ്റെ കൃത്യമായ ക്രമീകരണത്തിലൂടെ, ഹോം മെയ്ഡ് ഫുഡിലൂടെ, ശ്രദ്ധയിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെൽത്തി ആകാം. ശ്രദ്ധിച്ചു കൊടുക്കണം, മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة